എല്ലാവർക്കും സ്വാഗതം. പ്രവാചകന്മാർ എന്തിനായിരുന്നു അവർ വന്നത്? എന്തായിരുന്നു അവരുടെ യഥാർത്ഥ ദൗത്യം? ഈയൊരു യാത്രയിൽ പ്രവാചകത്വം എന്നത് മനുഷ്യനെ വിമോചനത്തിലേക്ക് നയിച്ച ഒരു പാതയായി നമുക്കൊന്ന് കണ്ടുനോക്കാം. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, ഒരുപാട് വഴികൾ മുന്നിലുണ്ട്. ഏത് തിരഞ്ഞെടുക്കണം എന്നറിയാതെ നമ്മൾ നിൽക്കുന്നു. ഇത് നമ്മളെല്ലാവരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചോദിക്കുന്നൊരു ചോദ്യം തന്നെയല്ലേ? എങ്ങോട്ട് പോകണം? ജീവിതത്തിനൊരർത്ഥം, ഒരു ദിശാബോധം. അതിനായുള്ള മനുഷ്യന്റെ ഒരു അടങ്ങാത്ത അന്വേഷണമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോ ഈയൊരു വലിയ ചോദ്യത്തിന് ഉത്തരം നൽകാനായി ദൈവം മനുഷ്യരിലേക്ക് വഴികാട്ടികളെ അയച്ചു, ചരിത്രത്തിലെ ഓരോ സമൂഹത്തിലേക്കും. അവരാണ് പ്രവാചകന്മാർ, ദൈവികമായ സത്യത്തെ നമ്മളുമായി ബന്ധിപ്പിക്കുന്ന, അതെ, ആ പ്രധാന കണ്ണികൾ. ഈ ഒരു ആശയം പുരാതനമായ നിരുക്തം എത്ര മനോഹരമായാണ് പറഞ്ഞുവെക്കുന്നതെന്നോ. ഋഷിമാർ മന്ത്രത്തെ ദർശിച്ചവരാണ്, അവ കെട്ടിയുണ്ടാക്കിയവരല്ല. ഇതുപോലെ തന്നെയാണ് പ്രവാചകന്മാരും. അവർ സ്വന്തമായിട്ട് നിയമങ്ങൾ ഉണ്ടാക്കുകയായിരുന്നില്ല, മറിച്ച് ദൈവികമായ സത്യം എന്താണോ അത് നമുക്ക് വെളിപ്പെടുത്തി തരികയായിരുന്നു. ഈ ദൈവികമായ മാർഗദർശനം ഒരു മുറിയാത്ത ശൃംഖല പോലെയായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. ആദമിൽ തുടങ്ങി നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ, അങ്ങനെ മുഹമ്മദ് നബിയിൽ വരെ എത്തുന്ന ഒരു നീണ്ട പരമ്പര. കാലവും ദേശവുമൊക്കെ മാറിയെങ്കിലും ഇവർക്കെല്ലാവർക്കും പറയാനുണ്ടായിരുന്നത് ഒരേയൊരു അടിസ്ഥാന സന്ദേശമായിരുന്നു. ഇതുതന്നെയാണല്ലേ ദൈവം മനുഷ്യരാശിയെ ഒരിക്കലും തനിച്ചാക്കിയില്ല എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ്. അപ്പോൾ എന്തായിരുന്നു ഈ പ്രവാചകന്മാരെല്ലാം പങ്കുവച്ച ആ ഒരൊറ്റ സന്ദേശം? അതിൻ്റെ കാതൽ ഒരേയൊരു വാക്കായിരുന്നു: വിമോചനം. എല്ലാത്തരം അടിമത്വത്തിൽ നിന്നും അടിച്ചമർത്തലുകളിൽ നിന്നും മനുഷ്യനെ സ്വതന്ത്രനാക്കുക. ദൈവമല്ലാത്ത മറ്റെല്ലാ ശക്തികളോടുമുള്ള വിധേയത്വത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കുക. അതായിരുന്നു ലക്ഷ്യം. ഈയൊരു വിമോചന ദൗത്യത്തിന്റെ ഒരു പൂർത്തീകരണമായാണ് ഖുർആൻ അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബിയെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. മനുഷ്യരെ വരിഞ്ഞു മുറുക്കിയിരുന്ന ഭാരങ്ങളും ചങ്ങലകളും പൊട്ടിച്ചെറിയുന്ന ഒരാളായിട്ടാണ് അദ്ദേഹത്തെ ഇതിൽ വർണ്ണിക്കുന്നത്. പക്ഷേ ഈ വിമോചനം എന്ന വലിയ ആശയം അതെങ്ങനെയാണ് ഒരു സമൂഹത്തിൽ യാഥാർത്ഥ്യമാവുക? അല്ലേ, വെറും വാക്കുകൾക്കപ്പുറം പ്രവാചകൻ അതിനൊരു പ്രായോഗിക മാതൃക തന്നെ ലോകത്തിന് മുന്നിൽ വെച്ചു. അതാണ് മദീന ചാർട്ടർ. ചരിത്രത്തിൽ എഴുതപ്പെട്ട ആദ്യത്തെ ഭരണഘടനകളിൽ ഒന്നാണിത്. ഒന്ന് ഓർത്തു നോക്കണം, ഗോത്രങ്ങൾ തമ്മിൽ എപ്പോഴും യുദ്ധം ചെയ്തിരുന്ന ഒരു കാലത്താണിത് വരുന്നത്. അവിടെ ഒരു ബഹുസ്വര സമൂഹം എങ്ങനെ സമാധാനത്തോടെ ജീവിക്കണം എന്നതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റായിരുന്നു അത്. ഓരോ വിഭാഗത്തിനും അവരുടെ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യം. പുറത്തുനിന്നൊരു ഭീഷണി വന്നാൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. പിന്നെ ഗോത്ര താൽപ്പര്യങ്ങൾക്കപ്പുറം എല്ലാവർക്കും ഒരേ നീതി. ഇതൊക്കെയായിരുന്നു അതിൻ്റെ അടിസ്ഥാനം. പ്രവാചകന്റെ ദൗത്യത്തിന്റെ ആകെ തുക എന്നു പറയാവുന്ന ഒന്നാണ് അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ പ്രസംഗം. അത് വെറുമൊരു പ്രസംഗമായിരുന്നില്ല, മറിച്ച് ലോകം കണ്ട ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളിലൊന്നായി നമുക്കതിനെ കാണാൻ സാധിക്കും. ആ പ്രഭാഷണത്തിലെ ചില പ്രധാന ആശയങ്ങൾ നോക്കിയാൽ നമുക്കിത് മനസ്സിലാകും. ഗോത്രങ്ങൾ തമ്മിൽ വെട്ടിമരിക്കുന്നൊരു സമൂഹത്തിൽ അദ്ദേഹം പറഞ്ഞു, ഓരോ മനുഷ്യന്റെയും ജീവനും സ്വത്തിനും അഭിമാനത്തിനും പവിത്രതയുണ്ട്. പലിശയിൽ അധിഷ്ഠിതമായ സാമ്പത്തിക ചൂഷണങ്ങൾക്ക് അദ്ദേഹം അന്ത്യം കുറിച്ചു. സ്ത്രീകളെ കേവലമൊരു വസ്തുവായി കണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ അവരുടെ അവകാശങ്ങളെയും അന്തസ്സിനെയും ഉയർത്തിപ്പിടിച്ചു. എല്ലാത്തിനുമുപരിയായി മനുഷ്യർക്കിടയിൽ സമ്പൂർണമായ ഒരു സമത്വം സ്ഥാപിച്ചു. ആ സമത്വ സന്ദേശത്തിന്റെ ശക്തി എത്രത്തോളമുണ്ടെന്ന് ഈ വാക്കുകൾ കേട്ടാൽ നമുക്ക് മനസ്സിലാവും. നിങ്ങളെല്ലാവരും ആദമിൽ നിന്നാണ്, ആദം മണ്ണിൽ നിന്നും. അറബിക് അനറബിയേക്കാളോ അനറബിക് അറബിയേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല ഭക്തിയുടെ അടിസ്ഥാനത്തിലല്ലാതെ. മനുഷ്യരെല്ലാം ഒരൊറ്റ കുടുംബമാണെന്ന് ഇതിലും ഭംഗിയായി എങ്ങനെയാണ് പറയുക, അല്ലേ? ഈ ഒരു സന്ദേശത്തിന്റെ സ്വാധീനം കാലവും ദേശവും കടന്നുപോയത് പലരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് സ്വാമി വിവേകാനന്ദൻ പ്രവാചകൻ സ്ഥാപിച്ച ആ വർണ്ണവർഗ വ്യത്യാസമില്ലാത്ത സമ്പൂർണ്ണ സമത്വത്തെ ഒരുപാട് പ്രശംസിച്ചു. അതുപോലെ ജോർജ് ബർണാഡ് ഷാ പറഞ്ഞത്, ഇന്നത്തെ ലോകത്തിന്റെ സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുഹമ്മദിനെപ്പോലെ ഒരു നേതാവിനാണ് കഴിയുക എന്നായിരുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. പ്രവാചകത്വം എന്നത് വെറും കുറച്ച് ആരാധനാകർമ്മങ്ങളോ ആചാരങ്ങളോ മാത്രമല്ല, മറിച്ച് അത് മനുഷ്യനെ ബന്ധിച്ചിരിക്കുന്ന എല്ലാത്തരം ചങ്ങലകളിൽ നിന്നും മോചിപ്പിച്ച് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാനുള്ള ഒരു സമഗ്രമായ ഒരു ദൈവിക പദ്ധതിയാണ്. ഈയൊരു യാത്ര ഇവിടെ അവസാനിക്കുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാൻ ഒരു ചോദ്യം ബാക്കിയുണ്ട്. അന്നത്തെ സമൂഹം പൊട്ടിച്ചെറിഞ്ഞ ചങ്ങലകൾ പോലെ ഇന്ന് നമ്മളെ ഓരോരുത്തരെയും, നമ്മുടെ സമൂഹത്തെയും ബന്ധിച്ചിരിക്കുന്ന ചങ്ങലകൾ ഏതൊക്കെയാണ്? ആ ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ ഈ പ്രവാചക സന്ദേശത്തിന് നമ്മളെ എങ്ങനെയാവും സഹായിക്കാൻ കഴിയുക? ഇതൊരു വലിയ ചിന്തയാണ്, അല്ലേ?